മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് താമിർ ജിഫ്രി മരിച്ച കേസിൽ നിർണായക നീക്കമാണ് സിബിഐയുടേത്. കേസിലെ ഒന്നാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിരുന്ന ജിനേഷാണ്. പ്രതികളെല്ലാം ഇപ്പോൾ സിബിഐ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. ജിഫ്രിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉപയോഗിച്ച കാർ സിബിഐ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒന്നാം പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. സംഭവത്തിൽ ഓഫീസർ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളും. വരും ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് സിബിഐ. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജിഫ്രി കുഴഞ്ഞു വീണു മരിച്ചത്. ലഹരിമരുന്ന് കൈവശം വെച്ചതിന് താമിർ ജിഫ്രിയെയും 5 സുഹൃത്തുക്കളെയും മലപ്പുറം SP കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് താമിർ ജിഫ്രി മരിച്ചതെന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പ്രതിഷേധമുയർന്നു. ഡാൻസ് ഓഫ് ടീം താമിർ ജിഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ആരോപണമുയർന്നത്. പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 4 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച കുടുംബം രംഗത്തെത്തിയതോടെ കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.